ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തളർന്നു കിടക്കുന്ന മുത്തശ്ശിക്ക് ദയാവധം. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് പറയാം. സരോജിനി അമ്മ ഇനി ആ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ പോകുന്നില്ല. ഗുഡ്. കാല് കെട്ടിവെക്ക. എന്തു പറ്റിയച്ചമ്മേ? അമ്മയ്ക്ക് ഉറക്കെ ശബ്ദം വെക്കാൻ പറ്റി. അതെ അമ്മേ, അതൊരു നല്ല ലക്ഷണമാ. ഞാൻ ജഗനെ വിളിച്ച് ഡോക്ടറോട് കാര്യം പറയാം. വേഗം വിളിച്ച് പറയേച്ചി. അച്ഛമ്മേ, അമ്മേ, എന്താണ് വിക്രം ആളൊഴിഞ്ഞെടുത്ത് ഒറ്റയ്ക്ക്? നമുക്ക് നമ്മളായി തുടരാൻ ഇടയ്ക്കൊക്കെ ഏകാന്തത നല്ലൊരു കൗൺസിലിംഗ് അല്ലേ ഡോക്ടറെ? മാധവൻ നായരുടെ അമ്മയ്ക്ക് ഓർമ്മകൾ ഉറയ്ക്കുന്നു. ശരീരം പഴയ രീതിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നു. ഇനിയൊരു കൈത്താങ്ങ് അത്രമാത്രം മതിയാകും സരോജിനി അമ്മയ്ക്ക് കിടക്ക വിടാൻ. എല്ലാത്തിനോടും അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ വളരെ പോസിറ്റീവായ ഡെവലപ്മെന്റാ. നോ, അവരുടെ പോസിറ്റീവ് ഡെവലപ്മെന്റ് വിക്രത്തിന്റെ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ആ കിഴവി ഇനി ഒരിക്കലും കിടക്ക വിട്ട് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പാടില്ല. ഞാൻ ഒരാളുടെ കൈക്കും കാലിനും ജീവനും വില പറഞ്ഞ് കൊട്ടേഷൻ എടുക്കുന്ന ഗുണ്ടയല്ല, ഡോക്ടറാ. ഡോക്ടറിന് ചില എത്തിക്സുകളൊക്കെ ഉണ്ട്. ആണോ? $25 ലക്ഷം ട്രാൻസ്ഫർ ആയില്ലേ? ഇതൊരു അഡ്വാൻസ് ആയി കൂട്ടിയാ മതി. തൽക്കാലം എത്തിക്സിനുള്ള ഒരു കവർ വാങ്ങിയിട്. ഡോക്ടറെ, ഞാൻ എവിടെ ഉണ്ടെന്ന് തെരഞ്ഞു പിടിച്ച് ഡോക്ടർ ഇവിടെ വന്ന് കാര്യം പറയണമെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ മാത്രം വിക്രം അത്രയ്ക്ക് മണ്ടനാണോ? ഡോക്ടർ, ഇനിയും മുത്തശ്ശിയെ ചികിത്സിക്കണം. അവര് വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് പോയി ചികിത്സിക്കണം. ഓക്കെ. ചികിത്സ കഴിയുമ്പോ പതിയെ അവര് മരണത്തിലേക്ക് വഴുതി വീണ് തുടങ്ങണം. തളർന്നു കിടക്കുന്ന മുത്തശ്ശിക്ക് ദയാവധം. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് പറയാം. സരോജിനി അമ്മ ഇനി ആ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ പോകുന്നില്ല. ഗുഡ്. സരോജിനി അമ്മ. സുമിത്രേ, കുറച്ച് വെള്ളം. പ്രകാശേട്ടാ, ഇതാ വെള്ളം. സുമിത്രയുടെ ഒരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. സുചിത്രേച്ചി ജോലി ചെയ്തോണ്ടിക്ക. ചായ ഞാനിപ്പോ ഉണ്ടായിക്കൊണ്ട് വരാം. എന്തുപറ്റി പ്രകാശേട്ടാ? പനിയൊന്നുമില്ലല്ലോ?
പിന്നെന്തെങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാനൊരു ചായ എടുക്കാം. ചായ കുടിക്കുമ്പോഴേക്കൊന്ന് ഫ്രഷ് ആയിക്കോളും. വേണ്ട, മീനാക്ഷി ചായ ഇടാൻ പോയിട്ടുണ്ട്. ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. പ്രകാശേട്ടൻ മീനാക്ഷി ചായ ഉണ്ടാക്കിയ കുടിക്കുവോ? മീനാക്ഷി ഇപ്പോ ഈ വീട്ടിലൊരു അംഗമല്ലേ. തർക്കങ്ങൾക്കൊക്കെ വലിയ ആയുസ് വെക്കാൻ പാടില്ല. എന്റെ ദേവി, ഇങ്ങനെ മാനസാന്തരം ഉണ്ടാവൂ? ഏതായാലും സന്തോഷായി. പ്രകാശേട്ട ചായ. മീനാക്ഷി, ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അറിയാം. എന്തിനാ പിന്നെ പഞ്ചസാര ഇട്ടത്? നല്ല ക്ഷീണം തോന്നുമ്പോ പഞ്ചസാര ചേർത്ത് വേണം ചായ കുടിക്കാൻ. അപ്പോ ക്ഷീണമൊക്കെ പമ്പ അടക്കും. ഈ വീട്ടില് പ്രകാശേട്ടൻ തളർന്നിരുന്ന ഞങ്ങളെ വഴക്കു പറയാൻ പിന്നെ ആരാ ഉള്ളത്? മീനാക്ഷിക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. നല്ല ചായ. ദാ. സന്തോഷം. ആ മീനാക്ഷിയോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞല്ലോ. അത് വിട്. ഇതുവരെ ഞാൻ വീട് പണി നടക്കുന്നിടത്തായിരുന്നു. ഓരോ ദിവസവും കയ്യിൽ നിന്ന് പണമിറങ്ങിക്കൊണ്ടിരിക്കുക. കയ്യിലുണ്ടായിരുന്നൊക്കെ തീർന്നു. ഇനി അങ്ങോട്ട് പണി നടക്കണമെങ്കിൽ ഞാനിപ്പോ ആലോചിച്ചിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണം പണയം വെക്കാൻ മാർഗമുള്ളൂ. അതിനെന്താ പ്രകാശേട്ടാ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. സ്വർണം വെറുതെ അലമാരയിൽ പൂട്ടി വെച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ? വാ. നീ വന്നേ, ഇവിടെ ഇരിക്കേ. ഇരിക്കേ. ഈ സ്വർണ്ണൊക്കെ ആരെങ്കിലും കണ്ടാലേ ശ്രീധനം കിട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കും. കല്യാണ സമയത്ത് സ്വർണമായിട്ടുണ്ടായിരുന്നത് ഒരു കമ്മലും മാലയും മാത്രം. ഫോട്ടോ നോക്കിയാൽ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലുമൊക്കെ ഒരുപാട് ആഭരണങ്ങൾ കിടന്ന് തിളങ്ങുന്നത് കാണാം. 2 ദിവസത്തെ തിളക്കമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോന്നോരോന്നായിട്ട് കറുത്തു തുടങ്ങി. മാനത്തെ കൊട്ടാ